السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم توفنا مسلمين وألحقنا بالصالحين. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബു തൗഹീദ് എന്ന മഹത്തായ ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. തൗഹീദിൻ്റെ തെളിവുകൾ അത് എത്രമാത്രം മഹത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വരികയാണ്. അല്ലാഹു അല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ മലക്കുകളെ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ, ഔലിയാക്കന്മാരെ വിളിച്ചു തേടാൻ, ആരാധിക്കാൻ, അവരോട് സഹായാർത്ഥന നടത്താൻ, ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ ധാരാളക്കണക്കിന് തെളിവുകൾ എന്ന പേരിൽ ആളുകൾ പലതും കൊണ്ടുവരാറുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം അടിവേരറക്കുന്ന തെളിവുകളാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ളത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഷെയ്ഖ് റഹിമഹുല്ലാ വളരെ മനോഹരമായ രീതിയിൽ ഓരോ അധ്യായവും ക്രമീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടാൻ, അവിടുത്തോട് തങ്ങളെ എന്ന് പ്രാർത്ഥിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾ, അവർക്കുള്ള ശക്തമായ ഖണ്ഡനമാണ്, മറുപടിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഒരു കാര്യത്തിൽ ഇടപെടലുകളില്ല, കൈകാര്യകർത്തൃത്വമില്ല എന്നതാണ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ. യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ലാത്ത, എന്നാൽ അവരാവട്ടെ സൃഷ്ടികളുമാണ്. അങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്? അവരെയാണോ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത്? അവരുടെ അവസ്ഥകൾ എന്താണ്? വലാ യസ്തതിഊന ലഹും നസ്റ. അവർക്ക് യാതൊരു സഹായവും ചെയ്തു കൊടുക്കാൻ സാധിക്കുകയില്ല. അവരുടെ സ്വന്തത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ അവരുടെ അധീനതയിലില്ല. അങ്ങനെയുള്ളവരാണ് ഈ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ ഇലാഹുകളും, അവരാരായാലും ശരി. ഷെയ്ഖ് റഹിമഹുല്ലാ അടുത്തതായി എടുത്തുകൊടുക്കുന്ന അധ്യായം നമുക്ക് കാണാം. ബാബു ഖൗലില്ലാഹി തആല, അതല്ലെങ്കിൽ ബാബുൻ ഖൗലുല്ലാഹി തആല حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ അധ്യായം, അതിൻ്റെ തലക്കെട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അസ്സബയിലെ 23-ാമത്തെ ആയത്താണ് കൊടുത്തിട്ടുള്ളത്. അഥവാ ഈ ആയത്ത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അള്ളാഹുവിൻ്റെ വാക്കുകളും കൂടി കേട്ടാൽ അതിൻ്റെ പരിപൂർണത നമുക്ക് ലഭിക്കും. കഴിഞ്ഞ ദർസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഇലാഹുകളെക്കുറിച്ചും അള്ളാഹു പരാമർശിച്ചു. ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവർ കേവലം സൃഷ്ടികളാണ്. അവർ യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല, അവർക്ക് സഹായം ചെയ്യാൻ സാധിക്കുകയില്ല എന്നെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വന്തം കാര്യം വിശദീകരിച്ച തെളിവുകൾ നമ്മൾ മനസ്സിലാക്കി. തൊട്ടുടനെ ഷെയ്ഖ് റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ
മലക്കുകളുടെ വിഷയം പ്രത്യേകം എടുത്തു പറയുകയാണ്. സൂറത്തു സബയിൽ നമുക്ക് കാണാം 23-ാമത്തെ ഈ ആയത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ദുഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, ഖുൽ പറയുക നബിയെ, ഉദ്ഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ അവസ്ഥ എന്താണ്? ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, അല്ലാഹുവിന് പുറമെ ആരെയൊക്കെ വിളിച്ചു തേടുന്നുണ്ടോ അവരെല്ലാവരും ലാ യംലികൂൻ, അവർ അധീനതയിൽ പെടുത്തുന്നില്ല, അവരുടെ അധീനതയിലില്ല. മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു കടുക് മണിയോളം, ഒരു നിസാരമായ ഉറുമ്പിൻ്റെ കാലടിയോളം വരുന്ന, അണുമണിയോളം വരുന്ന തൂക്കം വരെ അവരുടെ അധീനതയിൽ ഇല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അറിയിച്ചത് നോക്കൂ സഹോദരങ്ങളെ. അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ വിളിച്ചു തേടുന്നുണ്ടോ അവരുടെ അധീനതയിൽ, അവരുടെ കഴിവിൽ മിസ്ഖാലു ദർറ എന്ന് പറഞ്ഞാൽ അത്രയും നിസാരമാണ്. അതുപോലും ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ അവരുടെ അധീനതയിലില്ല, അവരുടെ കഴിവിലില്ല. വമാ ലഹും ഫീഹിമാ മിൻ ഷിർക്ക്, ആകാശഭൂമികളിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കാൻ അവർക്ക് യാതൊന്നും അവരുടെ പങ്കായി അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. വമാ ലഹു മിൻഹും മിൻ ദഹീർ, അവരിൽ ഒരാൾ പോലും, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഇലാഹുകൾ ആരാവട്ടെ അവരിൽ ഒരാൾ പോലും അള്ളാഹുവിന് സഹായിയായിട്ടുമില്ല. ഈ ആയത്ത് സഹോദരങ്ങളെ ഷിർക്കിൻ്റെ അടിവേരറുക്കുന്ന ആയത്താണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ പറയുന്ന എല്ലാ ന്യായങ്ങളും അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെയെല്ലാം അള്ളാഹു തകർക്കുകയാണ്. ഒന്നാമത്തത് ലാ യംലികൂൻ എന്ന് പറഞ്ഞു. ലാ യംലികൂന മിസ്ഖാല ദർറ, ഒരു കടുക് മണിയോളം വരെ, ഒരു അണുമണിത്തൂക്കം, ഉറുമ്പിൻ്റെ കാലടിയോളം വരെ ഒന്നും തന്നെ അവരുടെ അധീനതയിലില്ല. അപ്പോൾ നോക്കൂ, കൊടുത്ത കഴിവ് എന്ന് പലരും പറയാറുണ്ട്. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് അള്ളാഹു പറയുകയാണ്. ഒന്നുമെന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ കാലടിയോളം വരുന്ന, കടുകുമണിയോളം വരുന്ന ഒന്നും അവരുടെ ഉടമസ്ഥതയിൽ ഇല്ല. അപ്പോൾ കൊടുത്ത കഴിവിൻ്റെ വാദം പൊളിഞ്ഞു. പിന്നെന്താണ് ബാക്കിയുള്ളത്? വമാ ലഹും ഫീഹിമാ മിൻ ഷിർക്ക്, ആകാശഭൂമികളിൽ അവർക്ക് വല്ല പങ്കാളിത്തവും, അള്ളാഹു അവരെ യാതൊരു പങ്കാളിത്തവും ഏൽപ്പിച്ചിട്ടില്ല. ഒരു പങ്കാളിത്തവും അവർക്കില്ല. സൃഷ്ടിപ്പിലോ നിയന്ത്രണത്തിലോ അധികാരത്തിലോ ഒന്നും ഒരു പങ്കും അവർക്കില്ല. അപ്പോൾ മുദബ്ബിറുൽ ആലമിൻ്റെ വാദം, ഖുതുബിൻ്റെ വാദം തകർന്ന് തരിപ്പണമായി. എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു, എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു, കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത് അല്ലാഹു, എല്ലാം ഉടമപ്പെടുത്തുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ മാത്രം. അവരുടെ പങ്കാളിത്തം അതും അല്ലാഹു അതിൻ്റെയും വേരറുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? വമാ ലഹു മിൻഹും മിൻ ദഹീർ, അവരിൽ ഒരാളും അള്ളാഹുവിന് സഹായിയായിട്ടില്ല. അള്ളാഹു വല്ലതും ഏൽപ്പിക്കുക ചില ആളുകളെ, അങ്ങനെയാണ് ചില ആളുകൾ പറയാറുള്ളത്. പണ്ഡിത പുരോഹിത വേഷധാരികൾ പറയും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പലതും നിയന്ത്രിക്കുന്നുണ്ട്, അവർക്ക് അള്ളാഹു പല കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഖുതുബ്. അഖ്താബ് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾ, അതിൻ്റെ അച്ചുതണ്ട് നിയന്ത്രിക്കുന്നത് അവരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അബ്ദാലുകളുണ്ട്, നുജബാകളുണ്ട്, നുഖബാകളുണ്ട്. സൂഫി തരീഖത്തിൻ്റെ ആളുകൾ പറയാറുള്ള ചില കാറ്റഗറികളാണ്. അവർക്ക് അള്ളാഹു ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഖുതുബുണ്ടാവും. ഖുതുബുസ്സമാൻ എന്ന് കേട്ടിട്ടില്ലേ? പച്ചയായ അള്ളാഹുവിൻ്റെ ആയത്തുകളോടുള്ള നിഷേധമാണത്. അതുപോലെ ദീനിന് എതിരാണ് അത്തരം വാദങ്ങൾ. അള്ളാഹു പറയുന്നു വമാ ലഹു മിൻഹും മിൻ ദഹീർ, അങ്ങനെ ഒരു സഹായിയെയും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. നിയന്ത്രിക്കാൻ, സൃഷ്ടിക്കാൻ, അധികാരപ്പെടുത്താൻ ഒന്നിനും അള്ളാഹു ഒരാളെയും ഒരു സഹായിയെയും നിശ്ചയിച്ചിട്ടില്ല. 3 കാര്യങ്ങളുടെ അടിവേരറുക്കുകയാണ്. പിന്നെ ആകെ ബാക്കിയുള്ളത് എന്താണ്? ശുപാർശയാണ്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു. അള്ളാഹു റബ്ബുൽ ആലമീൻ
അനുവാദം നൽകിയാലല്ലാതെ, അനുമതി നൽകിയാലല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാളുടെയും ശുപാർശ ഉപകാരപ്പെടുകയില്ല. അപ്പോൾ അള്ളാഹു അനുവദിക്കണം, അള്ളാഹു അനുവാദം നൽകണം, എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ സ്വീകരിക്കപ്പെടുകയുള്ളൂ. പല ആളുകളും പറയാറുണ്ട്, ഹാ ഉലായി ശുഫാഉന ഇൻദല്ലാഹ്, നമ്മൾ നേരെ പറഞ്ഞാൽ അള്ളാഹു കേൾക്കൂല, അള്ളാഹു സ്വീകരിക്കൂല, അതുകൊണ്ട് നമുക്ക് ചില ശുപാർശകരാണ് മുഹീദ്ദീൻ ഷെയ്ഖ്, അതുപോലെ ഇന്ന ഇന്ന തങ്ങൾ, ഇന്ന ഇന്ന ആളുകൾ, അവരോട് നമ്മൾ നമ്മുടെ കാര്യം പറയും, അവർ അള്ളാഹുവിനോട് പറയും. എന്നിട്ട് അതിന് പല ഉദാഹരണങ്ങളും പറയും, പല വൃത്തികെട്ട ഉദാഹരണങ്ങളും തോന്നിവാസങ്ങളും അള്ളാഹുവിനെക്കുറിച്ച് പറയാറുണ്ട്. KSRTCയെക്കുറിച്ചും ട്രാൻസ്ഫോമറിനെക്കുറിച്ചും പറഞ്ഞ നികൃഷ്ടമായ വാക്കുകൾ നമ്മളാരും മറന്നിട്ടില്ല. അള്ളാഹുവിനോട് നേരെ ചോദിക്കുന്നതിനെ ഉപമിച്ചത്, അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു KSRTCയിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. എന്നാൽ ഔലിയാക്കന്മാരോട്, മുഹീദ്ദീൻ ഷെയ്ഖിനോട്, അതുപോലെയുള്ള ആളുകളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബെൻസിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. നഊദു ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുപോലെ പറയുന്നു, ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്തു വേണം? അതിൻ്റെ പവർ കുറച്ച് കൊണ്ടുവരണം. ആരെക്കുറിച്ചാണ് സഹോദരങ്ങളെ ഈ പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണ്. പിന്നെ പറയും, പ്രധാനമന്ത്രിയുടെ അടുത്ത്, മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം ആദ്യം അദ്ദേഹത്തിൻ്റെ PA കാണണം, അനുവാദം എടുക്കണം, നമ്മുടെ കാര്യം പറയണം, എന്നിട്ട് മന്ത്രിയിലേക്ക് എത്തിക്കണം. അള്ളാഹുവിന് സഹോദരങ്ങളെ ഈ ഉപമ എങ്ങനെ യോജിക്കാനാണ്? ആലിമുൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും എല്ലാം വ്യക്തമായി അറിയുന്ന അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാം കൃത്യമായി അറിയുന്നു. നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും അള്ളാഹു റബ്ബുൽ ആലമീൻ അറിവുള്ളവനാണ്. എന്നാൽ ഒരു പ്രധാനമന്ത്രി, ഒരു രാജാവ്, ഒരു മുഖ്യമന്ത്രി അങ്ങനെയാണോ? ഈ നാട്ടിൽ എത്ര ആളുകളുണ്ട്, അവരുടെ അവസ്ഥകൾ എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് അവിടെ ശുപാർശ വേണം, സംശയമില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കാര്യത്തിലാണ് ഈ പറഞ്ഞ വൃത്തികെട്ട ഉദാഹരണങ്ങൾ പുരോഹിതന്മാർ ദീനിൻ്റെ പേരിൽ പടച്ചുവിടുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ആലമീൻ ശുപാർശയുടെ ബാബും വാതിലും അടച്ചു. അങ്ങനെ തോന്നിയതുപോലെ ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹു അനുവാദം നൽകണം. അള്ളാഹു അനുവാദം നൽകുക ആർക്കാണ്? തൗഹീദുള്ള, ഈമാനുള്ള മുഅ്മിനീങ്ങൾക്കാണ്. എല്ലാവർക്കും തോന്നിയതുപോലെ അങ്ങനെ ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല. ശഫാഅത്തിൻ്റെ ബാബ് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, കൂടുതൽ വിശദീകരിക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ ആ ആയത്തിൽ പറഞ്ഞു, വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹ്. ശേഷമാണ് അള്ളാഹു മലക്കുകളുടെ വിഷയം പറയുന്നത്. ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ്ഖ വഹുവൽ അലിയുൽ കബീർ. ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മലക്കുകൾ അവർക്ക് അള്ളാഹുവിൻ്റെ വഹ്യ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ആയത്താണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സംസാരം, അവൻ്റെ വഹ്യ് അത് പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുകൾ പേടിച്ച് വിറക്കുന്ന അവസ്ഥയാണ്. ആ സന്ദർഭത്തിൽ അവർ പരിഭ്രമം കൊണ്ട് ബോധരഹിതരായി വീഴും, സുജൂദിൽ വീഴും എന്നെല്ലാം ഹദീസിൽ നമുക്ക് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല വഹ്യ് അവതരിപ്പിക്കുമ്പോൾ മലക്കുകൾ ചിറകിട്ടടിക്കും, ആകാശത്ത് വലിയ പ്രകമ്പനമുണ്ടാകും, ഇളക്കമുണ്ടാകും, വിറയലുണ്ടാകും. അങ്ങനെ അള്ളാഹു പറയുന്നു, ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന്, അഥവാ മലക്കുകളുടെ ഹൃദയങ്ങളിൽ നിന്നും ആ പരിഭ്രമം, ആ ഭയപ്പാട് അത് നീങ്ങിയാൽ ഖാലു, മലക്കുകൾ പറയും, മാദാ ഖാല റബ്ബുക്കും, പരസ്പരം അവർ അന്യോന്യം ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും, എന്താണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞത്? ഖാലുൽ ഹഖ്ഖ, അവർ പറയും, അല്ലാഹു അവൻ പറഞ്ഞത് ഹഖാകുന്നു, സത്യമാകുന്നു. വഹുവൽ അലിയുൽ കബീർ, അവൻ അത്യുന്നതനാകുന്നു, അവൻ ഏറ്റവും വലിയവനുമാകുന്നു. സഹോദരങ്ങളെ, ഈ ആയത്ത് എന്തിനാണ് ഇവിടെ ഉദ്ധരിച്ചത്? അള്ളാഹുവിൻ്റെ മലക്കുകൾ, അവരുടെ ശക്തിയും അവരുടെ കഴിവും നമുക്കറിയാം.
അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. അവർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ശക്തിയിലാവട്ടെ കഴിവിലാവട്ടെ എല്ലാറ്റിലും അവർ മുൻപന്തിയിലാണ്. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളായ മലക്കുകൾ അള്ളാഹുവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അവരുടെ അവസ്ഥ ഇതാണ്, അവർ പേടിച്ചു വിറക്കും. മലക്കുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ, അവർ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇതുപോലെ വിനയാന്വിതരാണെങ്കിൽ, അവർ പേടിച്ചു വിറക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അവരോട് എങ്ങനെ ദുആ ചെയ്യും? അവരോടെങ്ങനെ പ്രാർത്ഥിക്കും? അവരെങ്ങനെ ഇലാഹുകളാക്കും? അതിനാണ് ഈ അധ്യായം എടുത്തു കൊടുത്തത്. മനസ്സിലായോ? എന്താണ് ഇപ്പോൾ ഈ ആയത്തായിട്ട് ബന്ധം എന്ന് നമുക്ക് തോന്നും. എന്തിനാണ് ഈ ആയത്ത് ഉദ്ധരിച്ചത്? കഴിഞ്ഞ അധ്യായത്തിൽ എല്ലാവരും ഉൾപ്പെട്ടു. എന്നാൽ ഈ അധ്യായത്തിൽ പ്രത്യേകം മലക്കുകളുടെ വിഷയം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മലക്കുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള, അതിനേക്കാൾ താഴെ ശക്തിയുള്ള, കഴിവുള്ള അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മെ അറിയിക്കുന്നത് ഇതാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ്, അവൻ്റെ ശക്തി, ഇതെല്ലാം ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹുവല്ലാത്ത ആരാവട്ടെ, നോക്കൂ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവുമായി അടുത്തവരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. അവർ പോലും റബ്ബിൻ്റെ വാക്കുകളോട് ഈ രൂപത്തിലാണ് സമീപിക്കുന്നത്. ഹദീസിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ഖ് പറയുന്നു, ഫിസ് സഹീഹ്, ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ വന്നിരിക്കുന്നു. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ ഖളല്ലാഹുൽ അംറ ഫിസ് സമാഇ ളറബത്തിൽ മലായികതു ബിഅജ്നിഹതിഹാ ഖുൽആനൻ ലിഖൗലിഹി കഅന്നഹു സിൽസിലത്തുൻ അലാ സഫ്വാൻ യൻഫുദുഹും ദാലിക ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ്ഖ വഹുവൽ അലിയുൽ കബീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഖളല്ലാഹുൽ അംറ ഫിസ് സമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് വാനലോകത്ത് വല്ല കാര്യവും തീരുമാനിച്ചാൽ, അഥവാ അല്ലാഹു വല്ല വഹയും അവതരിപ്പിക്കാൻ വല്ല തീരുമാനവും എടുത്താൽ, ളറബത്തിൽ മലായികതു ബിഅജ്നിഹതിഹാ ഖുൽആനൻ ലിഖൗലിഹി, മലക്കുകൾ അവരുടെ ചിറകിട്ടടിക്കും. ഖുൽആനൻ ലിഖൗലിഹി, അള്ളാഹുവിൻ്റെ വാക്കിനോടുള്ള, അള്ളാഹുവിൻ്റെ സംസാരത്തോടുള്ള ഭയപ്പാട് കൊണ്ട്, വിനയാന്വിതരായിക്കൊണ്ട് അവർ പേടിച്ചു ഉറക്കും. കഅന്നഹു സിൽസിലത്തുൻ അലാ സഫ്വാൻ, അവർ കേൾക്കുന്ന ശബ്ദമെന്ന് പറഞ്ഞാൽ മിനുസമുള്ള ഒരു പാറയുടെ മുകളിൽ ചങ്ങല കൊണ്ട് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് മലക്കുകൾ കേൾക്കുക. അള്ളാഹുവിൻ്റെ വഹ്യ് മലക്കുകൾ കേൾക്കുക ഈ രൂപത്തിലാണ്. അള്ളാഹുവിൻ്റെ സംസാരത്തിൻ്റെ ശബ്ദം അവരുടെ കാതുകളിലേക്ക് എത്തുക ഈ രൂപത്തിലാണ്. അള്ളാഹുവിൻ്റെ സംസാരം അങ്ങനെയാണ് എന്നല്ല, മറിച്ച് അള്ളാഹു സംസാരിക്കുന്നത് മലക്കുകളിലേക്ക് വരുന്നത്, എത്തുന്നത് കഅന്നഹു സിൽസിലത്തുൻ അലാ സഫ്വാൻ, മിനുസമുള്ള ഒരു പാറയുടെ മുകളിൽ ചങ്ങല കൊണ്ട് വലിച്ചാൽ എന്തായിരിക്കും ശബ്ദമുണ്ടാവുക, ആ ശബ്ദത്തോടെയാണ് മലക്കുകൾ വഹ്യ് അത് കേൾക്കുക. അതുകൊണ്ട് തന്നെ അവർ പേടിച്ചു ഉറക്കും. റബ്ബിൻ്റെ വാക്കുകളോടുള്ള ഭയത്താൽ അവർ താഴ്മയോടെ വിനയാന്വിതരായി അവരുടെ ചിറകുകൾ അടിക്കും. യൻഫുദുഹും ദാലിക, അങ്ങനെ അള്ളാഹുവിൻ്റെ ആ വാക്ക്, അള്ളാഹു തീരുമാനിച്ച കാര്യം, ആ വഹ്യ് അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അഥവാ അവർ അത് ഉൾക്കൊള്ളും, അത് മനസ്സിലാക്കും. ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അങ്ങനെ അവരുടെ ആ ഭയപ്പാട് നീങ്ങിയാൽ, അവർക്ക് ഉണ്ടായിട്ടുള്ള ഭയപ്പാട്, പേടി അത് നീങ്ങിയാൽ, ഖാലു, അവർ പരസ്പരം ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും, എന്താണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞത്? ഖാലു, അവർ തന്നെ പറയും, അൽ ഹഖ്ഖ, അല്ലാഹു പറഞ്ഞത് ഹഖാകുന്നു, സത്യമാകുന്നു.
ഖാലുൽ ഹഖ എന്ന് പറഞ്ഞാൽ രണ്ട് വിശദീകരണമാണുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നല്ലെങ്കിൽ അവർ പറഞ്ഞത് അള്ളാഹു ഹക്കാണ്, അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അൽ ഹക്ക്, സത്യമായിട്ടുള്ളവൻ, അതുകൊണ്ട് അവൻ പറഞ്ഞത് സത്യമാണ്. രണ്ടാമത്തെ വിശദീകരണം, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മാത്രമേ പറയുകയുള്ളൂ, അള്ളാഹു പറഞ്ഞതിൽ യാതൊരു ബാത്തിലുമില്ല, അവൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതവർ അംഗീകരിക്കുന്ന വർത്തമാനമാണ്. ഖാലു അൽ ഹഖ, അള്ളാഹു ഹക്കാണ് പറഞ്ഞത് എന്ന്. ഖാലുൽ ഹഖ, അള്ളാഹു പറഞ്ഞത് ഹക്കാകുന്നു, സത്യമാകുന്നു. വഹുവൽ അലിയുൽ കബീർ, അള്ളാഹു അൽ അലിയാണ്, അവൻ അത്യുന്നതനാണ്. അള്ളാഹുവിൻ്റെ അത്യുന്നത എന്ന് പറഞ്ഞാൽ അവൻ ദാത്ത് കൊണ്ട്, അവൻ്റെ സത്ത കൊണ്ട് അവൻ ഏറ്റവും മുകളിലാണ്, എല്ലാ സൃഷ്ടികളുടെയും മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. അതുപോലെ അവൻ്റെ നാമഗുണ വിശേഷണങ്ങൾ കൊണ്ടും അവൻ അത്യുന്നതനാണ്. അൽ കബീർ, അള്ളാഹു അൽ കബീറാണ്, അവൻ ഏറ്റവും വലിയവനാണ്, അവനേക്കാൾ വലിയവനായി മറ്റാരുമില്ല. സഹോദരങ്ങളെ നോക്കൂ, മലക്കുകളുടെ അവസ്ഥ ഇതാണ്. അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ, ഈ ഹദീസ് നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അള്ളാഹുവിനോട് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതല്ലെങ്കിൽ ഖുർആനിലെ ആയത്ത് നമ്മെ അറിയിച്ചത്. പിന്നെന്താണ്? മലക്കുകൾ അള്ളാഹുവിൻ്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കുകയാണ്. അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവർ അവരുടെ ചിറകുകൾ ഇട്ടടിക്കുകയാണ്. അടുത്ത റിവായത്തിൽ കൂടുതൽ നമുക്ക് കാണാം. ഈ മലക്കുകളെ, സഹോദരങ്ങളെ, എങ്ങനെയാണ് ആരാധിക്കുക? അങ്ങനെ ആകാശലോകത്ത് അള്ളാഹു നൽകിയ ആ വഹ്യ് മലക്കുകൾ പരസ്പരം അള്ളാഹു ഹക്കാണ് പറഞ്ഞത്, അവൻ അത്യുന്നതനാണ്, അവൻ വലിയവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയസ്മഉഹാ മുസ്തരിഖുസ് സമഅ്, അള്ളാഹുവിൻ്റെ ഈ വഹ്യ് മലക്കുകൾ സംസാരിക്കുന്നത് കട്ടുകേൾക്കുന്ന ആളുകൾ അഥവാ പിശാചുക്കൾ കട്ടുകേൾക്കുന്നതാണ്. വമുസ്തരിഖുസ് സമഇ ഹാകദാ ബഅ്ദുഹു ഫൗഖ ബഅ്ദിൻ, ആകാശലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കട്ടുകേൾക്കാൻ വരുന്ന ആളുകൾ ഒന്നിനു പുറകെ ഒന്നിനു മീതെ ഒന്നായി കട്ടുകേൾക്കാൻ നിൽക്കുകയായിരിക്കും. വസഫഹു സുഫിയാനു ബികഫിഹി, ഈ ഹദീസ് റിവായത്ത് ചെയ്ത റാവിമാരിൽ ഒരാൾ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി കൊണ്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫഹറഫഹ വബദ്ദദ ബൈന അസാബിഇഹി, അദ്ദേഹത്തിൻ്റെ കൈ അത് പിടിച്ചു, ഫഹറഫഹ, അത് ഈ രൂപത്തിൽ വെച്ചു, എന്നിട്ട് വബദ്ദദ ബൈന അസാബിഇഹി, അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വിരലുകൾ വേർപിരിച്ച് ഇതുപോലെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഒന്നിനു മീതെ ഒന്നായി, ഒരാളുടെ മുകളിൽ ഒരാളായി, ഇങ്ങനെ പിശാചുക്കൾ ആകാശം മുട്ടെ അള്ളാഹുവിൻ്റെ വഹ്യ് മലക്കുകൾ സംസാരിക്കുന്നത് കട്ടുകേൾക്കാൻ നിൽക്കുകയായിരിക്കും. ഫയസ്മഉൽ കലിമത ഫയുൽഖീഹാ ഇലാ മൻ തഹ്തഹു ثم يلقيها الآخر إلى من تحته حتى يلقيها على لسان الساحر أو الكاهن. അങ്ങനെ കേട്ട ആദ്യത്തെ പിശാച് അടുത്ത ആൾക്ക് താഴെയുള്ളവന് കൊടുക്കും, അവൻ അതിൻ്റെ താഴെയുള്ളവന് കൊടുക്കും. അങ്ങനെ വന്ന് സാഹിറിൻ്റെ അഥവാ മാരണക്കാരൻ്റെ, അവിൽ കാഹിൻ അതല്ലെങ്കിൽ ജ്യോത്സ്യൻ്റെ നാവിലേക്ക് ഈ വാചകം അവർ ഇട്ടുകൊടുക്കും. ഫറുബ്ബമാ അദ്റകഹു ശിഹാബു ഖബ്ല അൻ യുൽഖിയഹാ വറുബ്ബമാ അൽഖാഹാ ഖബ്ല അൻ യുദ്രികഹു. ചിലപ്പോൾ ചില സന്ദർഭത്തിൽ അവർ കട്ടുകേൾക്കുന്നതിന് മുന്നേ അവരിലേക്ക് തീജ്വാലയുള്ള ഉൽക്കകൾ, നക്ഷത്രങ്ങൾ വരും. അപ്പോൾ അവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ അതിനു മുന്നേ അവർ കട്ടുകേൾക്കുകയും ഈ രൂപത്തിൽ മാരണക്കാരന് അതുപോലെ ജ്യോത്സ്യന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യ് കട്ടുകേൾക്കുന്നതുമായി ബന്ധപ്പെട്ട് പിശാചുക്കളെക്കുറിച്ച് അറിയിക്കുകയാണ്. അവർ ഒന്നിനു മീതെ ഒന്നായി ആകാശലോകത്ത് ചെന്നിരിക്കുകയും എന്നിട്ട് വഹ്യ് കട്ടുകേൾക്കുകയും അത് താഴെയുള്ള അവരുടെ കൂട്ടാളിയായ മാരണക്കാരനും ജ്യോത്സ്യനും അഥവാ ഭാവി അറിയാമെന്ന് പറയുന്ന അതുപോലെയുള്ള
ആളുകൾക്കും എത്തിച്ചു കൊടുക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കട്ടുകേൾക്കൽ അതിനെതിരെയാണ് ആകാശലോകത്ത് നക്ഷത്രങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുന്നേ, നിയോഗിക്കപ്പെടുന്നതിന് മുന്നേ ഈ രൂപത്തിൽ പിശാചുക്കൾ ആകാശലോകത്ത് നിന്ന് കട്ടുകേൾക്കുകയും സാഹിറന്മാർക്ക്, ജ്യോത്സ്യന്മാർക്ക് ഇട്ടുകൊടുക്കുകയും അങ്ങനെ ജനങ്ങളെ ഫിത്നയിലാക്കുകയും ചെയ്യുക വ്യാപകമായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിന് ശേഷം അത്തരം സംഭവങ്ങൾ, അതിന് സാധ്യത അള്ളാഹു ഇല്ലാതാക്കി. അതാണ് സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പറഞ്ഞത്, വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സംഅ്. ജിന്നുകൾ പറഞ്ഞ വാക്കുകൾ, അവർ പറഞ്ഞു, നമ്മൾ വാനലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആകാശത്ത് നമുക്ക് ചില ഇരിപ്പിടങ്ങളുണ്ട്, സ്ഥാനങ്ങളുണ്ടായിരുന്നു. അഥവാ അവർ ആദ്യം അങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. ഇത് പറയാൻ, ഈ വാചകങ്ങൾ പിശാചുക്കൾ പറയാൻ, ജിന്നുകൾ പറയാൻ സന്ദർഭം, കാരണമുണ്ടായിട്ടുണ്ട്. അഥവാ ആകാശലോകത്ത് അവർ മുമ്പ് കാണാത്ത രൂപത്തിലുള്ള നക്ഷത്രങ്ങളും അതുപോലെയുള്ള ചില കാര്യങ്ങളും കാണുകയുണ്ടായി. അപ്പോൾ അവർക്ക് എന്തോ ഭൂമിയിൽ നടക്കാനുണ്ട് എന്ന് മനസ്സിലായി. ഖൈറാണോ ഷർറാണോ എന്ന് അവർ പരസ്പരം ചോദിക്കുകയുണ്ടായി. അങ്ങനെ പിശാചുക്കൾ, ജിന്നുകൾ ഭൂമിയുടെ പല സ്ഥലങ്ങളിലും ചെല്ലുകയുണ്ടായി, എന്താണ് നടക്കുന്നത് എന്നറിയാൻ. അങ്ങനെ ഒരു കൂട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലെത്തി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഖിറാഅത്ത് കേൾക്കുകയും ആ വന്ന ജിന്നുകൾ മുസ്ലിമീങ്ങളാവുകയും ചെയ്തു. അവർ ഇസ്ലാം സ്വീകരിച്ചു. ആ ജിന്നുകളാണ് ഈ പറയുന്നത്, നമ്മൾ മുന്നേ ആകാശലോകത്ത് ഇരിക്കാറുണ്ടായിരുന്നു. ഫമൻ യസ്തമിഇൽ ആന, എന്നാൽ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ആരെങ്കിലും കട്ടുകേൾക്കാൻ ഇരുന്നാൽ യജിദ് ലഹു ശിഹാബർ റസദ, അവിടെ പതിഞ്ഞിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന തീജ്വാലകൾ, ഉൽക്കകൾ അവർക്ക് നേരെ വഹിക്കുന്നതാണ്, അവരെ ബാധിക്കുന്നതാണ്, പിടികൂടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫറുബ്ബമാ അദ്റകഹു ശിഹാബു ഖബ്ല അൻ യുൽഖിയഹ വറുബ്ബമാ അൽഖാഹ ഖബ്ല അൻ യുദ്രികഹു. ഒന്നല്ലെങ്കിൽ അവർക്ക് ഈ തീജ്വാലകൾ ഏൽക്കും, എന്നിട്ട് അവർ കേൾക്കാതെ മടങ്ങും. അതല്ലെങ്കിൽ അവരെ ആ തീജ്വാലകൾ ബാധിക്കും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കട്ടുകേൾവിയുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുന്നേ വ്യാപകമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം അത് തടയപ്പെട്ടു. കാരണം വഹ്യ് അത് അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ കട്ടുകേൾക്കുകയും ഇതുപോലെ പിശാചുക്കളിലേക്ക് എത്തുകയും ചെയ്താൽ അതിനെ അള്ളാഹു തടഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പഴയതുപോലെ സംഭവിക്കും. പക്ഷേ മുന്നേ നടന്നതുപോലെ വ്യാപകമായി നടക്കുകയില്ല. ഈ കാലത്തും അതുണ്ടാകും എന്ന് ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയക്ദിബു മഅഹാ മിഅത കിദ്ബ, ആകാശലോകത്ത് നിന്ന് കിട്ടിയ ആ ഒരു വാക്കിൻ്റെ കൂടെ 100ഓളം കളവുകൾ ചേർത്ത് സാഹിറിന്, കാഹിനിന് പിശാചുക്കൾ എത്തിച്ചു കൊടുക്കും. ഫയുഖാലു, അതുകൊണ്ടാണ് പറയപ്പെടുന്നത്, അലൈസ ഖദ് ഖാല ലനാ യൗമ കദാ വകദാ കദാ വകദാ. ആളുകൾ സാഹിറിൻ്റെ, മരണക്കാരൻ്റെ, ജ്യോത്സ്യൻ്റെ അടുക്കലെത്തിയാൽ അവർ പറയുന്ന ചിലത് ശരിയാവാറുണ്ട്. അല്ല, അതാണ് ചില തങ്ങന്മാരുടെ, ബീവിമാരുടെ, ജ്യോത്സ്യന്മാരുടെ, കൈനോട്ടക്കാരുടെ അടുക്കലേക്ക് പോയി വല്ലതും കേട്ട് അതുപോലെ ആയിപ്പോയാൽ ആളുകൾ പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താണ്, അയാൾ പറഞ്ഞ് അതുപോലെ സംഭവിച്ചു. അത് സഹോദരങ്ങളെ, ഇതാണ് ആകാശലോകത്ത് നിന്ന് കട്ടുകേട്ട ഒരു വാക്ക്, ആ ഒരു വാക്ക് ശരിയായി പോയാൽ ഈ മാരണക്കാരനും ജ്യോത്സ്യനുമെല്ലാം സത്യപ്പെടുത്തപ്പെടും. ഈ പോയ സാധുക്കളായ വിവരമില്ലാത്ത ആളുകൾ അവർ പറയും, അയാൾ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന കാര്യം ഇന്നതുപോലെ ഇന്ന ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫയുസദ്ദഖു ബിതിൽകൽ കലിമത്തില്ലതി സുമിഅത് മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് കിട്ടിയ ആ ഒരു വാക്കിൻ്റെ പേരിൽ മാരണക്കാരൻ, ജ്യോത്സ്യൻ അവർ സത്യപ്പെടുത്തപ്പെടും. അപ്പോൾ നോക്കൂ, ഈ ഹദീസിൻ്റെ പരിപൂർണ രൂപം
ഇങ്ങനെയാണ്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിൻ്റെ വിശദീകരണമായി വന്ന മറ്റൊരു ഹദീസ് കൂടി ഉദ്ധരിക്കുകയാണ്. وعن النواس بن سمعان رضي الله عنه قال قال رسول الله صلى الله عليه وسلم മഹാനായ സഹാബി النواس بن سمعان رضي الله عنه അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, قال رسول الله صلى الله عليه وسلم അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ അറാദല്ലാഹു തആല അൻ യൂഹിയ ബിൽ അംരി, അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല കാര്യവും വഹയായി നൽകാൻ ഉദ്ദേശിച്ചാൽ, തകല്ലമ ബിൽ വഹി, അല്ലാഹു റബ്ബുൽ ആലമീൻ അത് സംസാരിക്കും, അല്ലാഹു വഹി സംസാരിക്കും. അഖദതിസ് സമാവാതി മിൻഹു റജ്ഫത്തുൻ ഔ ഖാല റഅദത്തുൻ ശദീദത്തുൻ ഖൗഫൻ മിനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ വഹി അത് സംസാരിക്കുമ്പോൾ, അവൻ ഉദ്ദേശിച്ച കാര്യം സംസാരിക്കുമ്പോൾ ആകാശം ഒരു പ്രകമ്പനം കൊള്ളും, ആകാശത്തിന് ഒരു പ്രകമ്പനമുണ്ടാകും, ഒരു വിറയലുണ്ടാകും, കടുത്ത ശക്തിയായ വിറയൽ പ്രകമ്പനം ആകാശത്ത് നടക്കും. ഖൗഫൻ മിനല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഭയത്താൽ. സഹോദരങ്ങളെ, ഈ ഹദീസുകളുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ ആദ്യം കേട്ട ആയത്തിൻ്റെ വിശദീകരണമാണ്. അഥവാ മലക്കുകൾ അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇതുപോലെയാണ്. അഖദതിസ് സമാവാതി മിൻഹു റജ്ഫ, അള്ളാഹുവിൻ്റെ ആ വാക്ക് കാരണത്താൽ ആകാശം പ്രകമ്പനം കൊള്ളും, ശക്തമായി വിറയും, അള്ളാഹുവിനോടുള്ള ഭയത്താൽ, പേടിയാൽ. ഫഇദാ സമിഅ ദാലിക അഹ്ലുസ് സമാവാതി, നേരത്തെ നമ്മൾ കേട്ടില്ലേ, അള്ളാഹുവിൻ്റെ വഹയ് അത് സംഭവിക്കുമ്പോൾ, അള്ളാഹു പറയുമ്പോൾ മലക്കുകൾ ചിറകിട്ടടിക്കും അള്ളാഹുവിനോടുള്ള പേടി കാരണത്താൽ. ഈ ഹദീസിൽ, ഈ റിവായത്തിൽ നമുക്ക് കാണാം, ഫഇദാ സമിഅ ദാലിക അഹ്ലുസ് സമാവാത്, അള്ളാഹുവിൻ്റെ വഹയ് ആകാശ ലോകത്തുള്ള ആളുകൾ, മലക്കുകൾ കേട്ടാൽ, സഅഖൂ വഖറൂ ലില്ലാഹി സുജ്ജദാ, അവരതാ ബോധരഹിതരായി വീഴുന്നു, അവർ അള്ളാഹുവിന് സുജൂദിലാകുന്നു. ഫയകൂനു അവ്വല മൻ യർഫഉ റഅസഹു ജബ്രായീൽ, അങ്ങനെ എല്ലാവരും ബോധരഹിതരായി വീണ് അവർ സുജൂദിൽ കിടന്ന്, അങ്ങനെ ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായി ശിരസ്, തല ഉയർത്തുക. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ എണ്ണം എത്രയാണ്? കോടാനുകോടിയാണ്. കോടാനുകോടി മലക്കുകൾ അള്ളാഹുവിന് ഉണ്ട്. നമുക്കറിയാം, ബൈത്തുൽ മഅമൂർ, ഭൂമിയിലെ കഅബയുടെ നേരെ മുകളിൽ ഏഴാനാകാശത്ത് ഒരു കഅബയുണ്ട്. അൽ ബൈത്തുൽ മഅമൂർ എന്നാണ് അതിന് പറയുക. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൂറിൽ അള്ളാഹു അറിയിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ആ ബൈത്തുൽ മഅമൂർ എങ്ങാനും ഭൂമിയിലേക്ക് പതിക്കുകയാണെങ്കിൽ കഅബയുടെ മുകളിലാണത് ചെന്ന് പതിക്കുക, നേരെ മുകളിലായിരിക്കും. ആ ബൈത്തുൽ മഅമൂർ, അവിടേക്ക് 70,000 മലക്കുകൾ എല്ലാ ദിവസവും വരും. 70,000 മലക്കുകൾ. ഇന്ന് വന്ന മലക്കുകൾ പിന്നീട് അവിടേക്ക് വരികയില്ല. എത്ര കാലങ്ങളായി? 70,000 മലക്കുകൾ ഒരു ദിവസം വരും, അവർ പിന്നെ അവിടേക്ക് വരികയില്ല. എല്ലാ ദിവസവും അങ്ങനെ 70,000 മലക്കുകൾ വരുമെന്നാണ്. എത്രയാണ് മലക്കുകൾ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് ആകാശം താഴേക്ക് പതിക്കാറായിരിക്കുന്നു ഭാരം കാരണത്താൽ. വാനലോകത്ത് 4 വിരലുകൾ വെക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്കുണ്ടാകും, അള്ളാഹുവിന് സുജൂദിലായിക്കൊണ്ട്, റുകൂഇലായിക്കൊണ്ട്, അങ്ങനെ ഇബാദത്തിലായിക്കൊണ്ട്. ആകാശം നിറയെ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്. ആ കോടാനുകോടി വരുന്ന മലക്കുകൾ അവർ ബോധരഹിതരായി വീഴുമെന്നാണ്. അള്ളാഹുവിൻ്റെ ഒരു വഹയ്, അള്ളാഹുവിൻ്റെ സംസാരം അത് കേട്ടാൽ, സഹോദരങ്ങളെ, അവരെക്കാൾ കഴിവുള്ള, അവരെക്കാൾ ശക്തിയുള്ള മറ്റാരാണുള്ളത്? അതിന് മലക്കുകളുടെ ദുർബലത അള്ളാഹു അറിയിക്കുകയാണ്. അള്ളാഹു ആണ്. ആ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? വഹുവൽ അലിയുൽ കബീർ എന്നാണ്. ആയത്തിലേക്കാണ് നമ്മൾ ഈ വിഷയം മടക്കേണ്ടത്. അള്ളാഹു അൽ അലിയാണ്, അത്യുന്നതനാണ്. അവനേക്കാൾ ഉന്നതനായ ഒരാളും തന്നെയില്ല.
അല്ലാഹു അൽ കബീർ, അവൻ ഏറ്റവും വലിയവനാണ്. അല്ലാഹു അക്ബറു മിൻ കുല്ലി ഷൈ, എല്ലാറ്റിനേക്കാളും വലിയവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയകൂനു അവ്വല മൻ യർഫഉ റഅസഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുടെ നേതാവാണ് ആദ്യമായി തല ഉയർത്തുക, ശിരസ് ഉയർത്തുക. അതിന് എന്ത് മനസ്സിലായി? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരെ ബോധരഹിതനായി വീഴും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരെ അതിൽ ഉൾപ്പെട്ടു, അദ്ദേഹം പോലും ഒഴിവാകുന്നില്ല. ഫയുകല്ലിമുഹു അല്ലാഹു മിൻ വഹയിഹി ബിമാ അറാദ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച കാര്യം സംസാരിക്കും. അല്ലാഹു സംസാരിക്കും. ഈ ഹദീസുകളിൽ അല്ലാഹുവിൻ്റെ സംസാരമുണ്ട്. അല്ലാഹു സംസാരിക്കുമെന്നതിന് ധാരാളം തെളിവുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഈ ഹദീസുകളിലും ആ തെളിവുകൾ നമുക്ക് വ്യക്തമാണ്. അങ്ങനെ സുമ്മ യമുറു ജിബ്രീലു അലൽ മലായിക, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തല ഉയർത്തുകയും മലക്കുകളുടെ അരികിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്യും. കുല്ലമാ മറ ബിസമാഇൻ സഅലഹു മലായികതുഹാ, ഓരോ ആകാശത്തുകൂടി അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള മലക്കുകൾ ചോദിക്കും, മാദാ ഖാല റബ്ബുനാ യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീൽ, എന്താണ് നമ്മുടെ റബ്ബ് പറഞ്ഞത്? അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അവർ ബോധരഹിതരായി വീണു, അവർ പേടി കൊണ്ട് വിറച്ചു. അതുകൊണ്ട് അവർക്ക് വ്യക്തത വരാൻ അവർ ചോദിക്കുകയാണ്, മാദാ ഖാല റബ്ബുനാ യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീൽ അഥവാ ജിബ്രീൽ, എന്താണ് നമ്മുടെ റബ്ബ് പറഞ്ഞത്? ഫയഖൂലു ജിബ്രീലു, അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഖാലൽ ഹഖ, അല്ലാഹു പറഞ്ഞത് ഹഖാകുന്നു, അവൻ ഹഖ് മാത്രമേ, സത്യം മാത്രമേ പറയുകയുള്ളൂ. വഹുവൽ അലിയുൽ കബീർ, അവൻ അൽ അലിയാൻ, അത്യുന്നതനാണ്. അവൻ അൽ കബീർ, അവൻ ഏറ്റവും വലിയവനുമാണ്. ഫയഖൂലൂന കുല്ലുഹും മിസ്ല മാ ഖാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഈ വാചകം മലക്കുകൾ എല്ലാവരും ഏറ്റുപറയും. എന്താണ് പറയുക? ഖാലുൽ ഹഖ, അല്ലാഹു പറഞ്ഞത് ഹഖാകുന്നു. ഫയൻതഹി ജിബ്രീലു ബിൽ വഹ്യി ഇലാ ഹൈസു അമറഹു അല്ലാഹു അസ്സ വജൽ, അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ വഹയുമായി അള്ളാഹു കൽപ്പിക്കുന്ന ഏതൊരു പ്രവാചകനാണോ റസൂലാണോ നബിയാണോ അദ്ദേഹത്തിലേക്ക് ആ വഹയ് എത്തിച്ചു കൊടുക്കും. സഹോദരങ്ങളെ, ഈ 3 തെളിവുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ കഴിവും കൊടുത്ത മലക്കുകൾ, അവരുടെ അവസ്ഥ ഇതാണ്. നിങ്ങൾ നോക്കൂ, വ്യാപകമായി നമ്മൾ കേൾക്കാറുള്ള വാക്കാണ് കൊടുത്ത കഴിവില്ലേ, കൊടുത്ത കഴിവില്ലേ. എന്തേ കൊടുത്തൂടെ? അതെ, കൊടുത്തിട്ടുണ്ട്. മലക്കുകൾക്ക് അല്ലാഹു എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ സൃഷ്ടിപ്പിനോ നിയന്ത്രണത്തിനോ അധികാരത്തിനോ അല്ലാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടില്ല. ആരാധനയുടെ ഒരംശവും അവർക്ക് കൊടുക്കാൻ അങ്ങനെ ഒരു വകുപ്പ് അല്ലാഹു നൽകിയിട്ടില്ല. മലക്കുകൾക്ക് കൊടുത്തു എന്ന് ഉറപ്പാണ്. എന്നാൽ ഈ ആളുകൾ പറയുന്ന ഔലിയാക്കന്മാർക്ക് കൊടുത്തു എന്നതിന് യാതൊരു തെളിവുമില്ല. അവർക്കാകട്ടെ അധികാരമില്ല, അവർക്ക് പങ്കാളിത്തമില്ല, അവർ അള്ളാഹുവിൻ്റെ സഹായികളല്ല, തോന്നിയതുപോലെ ശുപാർശ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നെല്ലാം അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. എത്ര വ്യക്തമാണ്! അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് തൗഹീദിനുള്ള തെളിവാണ്. ഒരാളെയും അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ നമുക്ക് പാടില്ല. അതിനൊന്നും അവർക്ക് അർഹതയില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് അർഹതയില്ലെങ്കിൽ പിന്നെ അതിന് താഴെയുള്ള മനുഷ്യന്മാർക്ക് എന്തർഹതയാണുള്ളത്? മലക്കുകളിലെ ഏറ്റവും വലിയ പ്രഗത്ഭനായ നേതാവായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് വകുപ്പില്ലെങ്കിൽ സഹോദരങ്ങളെ, പിന്നെ ആർക്കാണ് വകുപ്പുണ്ടാവുക? എന്തെല്ലാം കള്ളക്കഥകളാണ് മലക്കുകളെക്കുറിച്ച്, നബിമാരെക്കുറിച്ച്, ഔലിയാക്കന്മാരെക്കുറിച്ച് ഈ ആളുകൾ പടച്ചുവിടാറുള്ളത്. മലക്കുകളുടെ അവസ്ഥ ഇതാണ്. അള്ളാഹുവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അവർ ഇതുപോലെ പേടിച്ചുറക്കും, ബോധരഹിതരായി താഴെ വീഴും, ആകാശലോകം പ്രകമ്പനം കൊള്ളുമെന്നാണ്. ആകാശലോകത്ത് വമ്പിച്ച വിറയലുണ്ടാകുമെന്നാണ് റബ്ബിൻ്റെ വാക്കിനോടുള്ള തഅദീം, മഹത്വം കാരണത്താൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തെളിവുകൾ നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഹീദിന് എന്തുമാത്രം തെളിവുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത് കൂടുതൽ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
അള്ളാഹു തൗഹീദിലായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഈ അധ്യായത്തിൽ വന്ന കാര്യങ്ങൾ മസ്അലകളായി എടുത്തു കൊടുക്കുകയാണ്. ഫീഹി മസാഇൽ, ഈ അധ്യായത്തിലുള്ള മസ്അലകൾ. അൽ ഊല, ഒന്നാമത്തേത് തഫ്സീറുൽ ആയ, ആയത്തിൻ്റെ വിശദീകരണം. എന്താണ് ആയത്തിൻ്റെ വിശദീകരണം? അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിൻ്റെ വഹി കേട്ടാൽ പേടിച്ച് വിറക്കുന്നവരാണ്. അവരുടെ ആ പേടി നീങ്ങിയാലാണ് പിന്നെ അവർ സംസാരിക്കുക. എന്താണ് റബ്ബ് പറഞ്ഞത് എന്ന് ചോദിക്കുകയും അള്ളാഹുവിൻ്റെ വാചകത്തെ, ആ വഹീനെ സത്യപ്പെടുത്തുകയും ചെയ്യും. അതോടൊപ്പം അവർ അള്ളാഹുവാണ് അത്യുന്നതൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. അസാനിയതു, രണ്ടാമത്തെ മസ്അല, മാ ഫീഹാ മിനൽ ഹുജ്ജത്തി അലാ ഇബ്താലി ശിർകി ഖുസൂസൻ മൻ തഅല്ലഖ അലാ സ്സാലിഹീൻ വഹിയ അൽ ആയതു അല്ലതി ഖീല ഇന്നഹാ തഖ്തഉ ഉറൂഖ ശജറത്തി ശിർകി മിനൽ ഖൽബ്. രണ്ടാമത്തെ മസ്അല, മാ ഫീഹാ മിനൽ ഹുജ്ജത്തി അലാ ഇബ്താലി ശിർക്ക്, ഷിർക്കിനെ നശിപ്പിക്കുന്ന, ഷിർക്കിനെ തകർത്ത് കളയുന്ന തെളിവുകൾ ഈ ആയത്തിലുണ്ട്. ഖുസൂസൻ, പ്രത്യേകിച്ച് മൻ തഅല്ലഖ അല സാലിഹീൻ, സാലിഹീങ്ങളെ, ഔലിയാക്കന്മാരുടെ വിഷയത്തിൽ അവരുമായി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടില്ല, അവർക്ക് യാതൊരു പങ്കാളിത്തവുമില്ല, അവരല്ലാഹുവിൻ്റെ സഹായികളുമല്ല, ശുപാർശ അള്ളാഹു ഉദ്ദേശിച്ചവർക്കേ അള്ളാഹു നൽകുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ആയത്തിന് അഥവാ സൂറത്തു സബയിലെ നമ്മൾ ഈ പറഞ്ഞ 23-ാമത്തെ ആയത്തിൻ്റെ തൊട്ടു മുന്നേ ഉള്ള ആയത്ത് ഇന്നഹാ തഖ്തഉ ഉറൂഖ ശജറത്തി ശിർകി മിനൽ ഖൽബ്, ഹൃദയത്തിൽ നിന്നും ഷിർക്കിൻ്റെ അടിവേരറുക്കുന്ന ആയത്താണ് ഈ ആയത്ത്. ഹൃദയങ്ങളിൽ അള്ളിപ്പിടിച്ചിട്ടുള്ള ഷിർക്കെന്ന മരമാകുന്ന ആ മരത്തിൻ്റെ അടിവേരറുക്കുന്ന ആയത്താണ് ഈ ആയത്ത്. ഷിർക്കിനെ അള്ളാഹു പൊളിച്ചു കളയുകയാണ് ഈ ആയത്തിലൂടെ. ഈ ആയത്തിൽ നിന്നും ഈ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്ന ഗുണപാഠമാണ്. അസ്സാലിസതു, മൂന്നാമത്തെ മസ്അല, തഫ്സീറു ഖൗലിഹി ഖാലുൽ ഹഖ്ഖ വഹുവൽ അലിയുൽ കബീർ. മലക്കുകൾ പറഞ്ഞ വാചകം ഖാലുൽ ഹഖ്, അവർ പറയും അള്ളാഹു പറഞ്ഞത് ഹഖാകുന്നു, സത്യമാകുന്നു, അവൻ സത്യം മാത്രമേ പറയുകയുള്ളൂ. വഹുവൽ അലിയുൽ കബീർ, അള്ളാഹു അത്യുന്നതനാണ്, അവൻ ഏറ്റവും വലിയവനാണ്. ഈ ആയത്തിൽ അള്ളാഹു ഉപരിയിലാണ്, അവൻ അത്യുന്നതനാണ് എന്നതിനുള്ള തെളിവുണ്ട്. അവനാണ് ഏറ്റവും വലിയവൻ എന്നതിനുള്ള തെളിവുണ്ട്. അറാബിഅതു, നാലാമത്തെ മസ്അല, സബബു സുആലിഹിം അൻ ദാലിക, മലക്കുകൾ അവർ ചോദിക്കും മാദാ ഖാല റബ്ബുക്കും, മാദാ ഖാല റബ്ബുക്കും, എന്താണ് റബ്ബ്, നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്ന ചോദ്യം. എന്തുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്? അവർ ബോധരഹിതരായി വീഴും, അതല്ലെങ്കിൽ അവർ പേടിച്ചു വിറക്കും. അവരുടെ ആ പേടി കാരണത്താൽ, അവർക്ക് അള്ളാഹുവിൻ്റെ വഹി താങ്ങാൻ സാധിക്കാത്തത് കാരണത്താൽ അവർ വീണ്ടും ചോദിക്കുകയാണ് എന്താണ് അള്ളാഹു പറഞ്ഞത്. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ വഹി അവർ കേൾക്കുന്ന രീതി എങ്ങനെയാണ് അതിൻ്റെ ശബ്ദം? മിനുസമുള്ള ഒരു പാറക്കല്ലിലൂടെ ചങ്ങല വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ്. ഇതെങ്ങനെയാണ്? അല്ലാഹു അഅലം. മലക്കുകൾ പേടിച്ചു ഉറക്കണമെങ്കിൽ എന്തായിരിക്കും ആ ശബ്ദത്തിൻ്റെ അവസ്ഥ? എന്തുമാത്രം ഗാംഭീര്യതയുള്ള ശബ്ദമായിരിക്കും അത്. സുബ്ഹാനല്ലാഹ്. അൽ ഖാമിസതു, അഞ്ചാമത്തെ മസ്അല, അന്ന ജിബ്രീല യുജീബുഹും ബഅദ ദാലിക ബിഖൗലിഹി ഖാല കദാ വകദാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹമാണ് ഖാലുൽ ഹഖ്ഖ, ആദ്യമായി അള്ളാഹു ഇതാ ഇന്നത് പറഞ്ഞിരിക്കുന്നു, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു, അള്ളാഹു പറഞ്ഞത് സത്യമാണ് എന്ന് അവർക്ക് ഉത്തരം നൽകുക. അസ്സാദിസതു, ആറാമത്തത്, ദിക്റു അന്ന അവ്വല മൻ യർഫഉ റഅസഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായി ഈ പറഞ്ഞ കോടാനുകോടി വരുന്ന മലക്കുകളിൽ തല ഉയർത്തുക. അതിൽ അദ്ദേഹത്തിൻ്റെ ഫളീലത്ത്, ശ്രേഷ്ഠത അറിയിക്കുന്നു. കാരണം അദ്ദേഹമാണ് വഹ്യ് ഏൽപ്പിക്കപ്പെട്ട മലക്ക്. അതുകൊണ്ട് അദ്ദേഹമാണ് ആദ്യം തല ഉയർത്തുക. അദ്ദേഹമാണ് ആദ്യം അള്ളാഹു പറഞ്ഞത് ഹക്കാകുന്നു, അള്ളാഹു ഇന്നത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുക. അസ്സാബിഅതു, ഏഴാമത്തെ മസ്അല, അന്നഹു യഖൂലു ലിഅഹ്ലി സ്സമാവാതി കുല്ലിഹിം
ലിഅന്നഹും യസ്അലൂനഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരോടും ആകാശലോകത്തുള്ള എല്ലാവരോടും ഈ വാചകം പറയും. കാരണം എന്താണ്? ആകാശലോകത്തുള്ള എല്ലാവരും ബോധരഹിതരായി വീഴും, അതല്ലെങ്കിൽ പേടിച്ച് ഉറക്കും, ആ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായി തല ഉയർത്തുന്ന ജിബ്രീലിനോട് അവർ അതിനെക്കുറിച്ച് ചോദിക്കും. അസ്സാമിനതു അന്നൽ ഗശിയ യഉമ്മു അഹ്ലസ് സമാവാതി കുല്ലിഹിം. എട്ടാമത്തേത്, ആകാശലോകത്തെ എല്ലാവരെയും ആ പറഞ്ഞ ബോധക്ഷയം അത് പിടികൂടും, എല്ലാവരും ബോധരഹിതരാകും. എത്രത്തോളം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരെ, ഒരാളും ഒഴിവാകുന്നില്ല, മലക്കുകളുടെ നേതാവ് വരെ. അത്താസിഅതു, ഒൻപതാമത്തെ മസ്അല, ഇർതിജാഫു സമാവാതി ലികലാമില്ലാ. അല്ലാഹുവിൻ്റെ വാക്ക് വഹി വരുമ്പോൾ ആകാശലോകം പ്രകമ്പനം കൊള്ളും, പേടിച്ചുറക്കും. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനോടുള്ള ഭയപ്പാട് കാരണത്താൽ, അവൻ്റെ മഹത്വം അത് കാരണത്താൽ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ആയത്തിനോടുള്ള ശക്തരായ മലക്കുകളുടെ അവസ്ഥ ഇതാണ്. അള്ളാഹുവിൻ്റെ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര കൽപ്പനകൾ, എത്ര വിലക്കുകൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ നിലപാട്? സാന്ദർഭികമായി ഈ അധ്യായം അത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അൽ ആശിറതു, പത്താമത്തെ മസ്അല, അന്ന ജിബ്രീല ഹുവല്ലദീ യൻതഹി ബിൽ വഹി ഇലാ ഹൈസു അമറഹുല്ലാഹ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് അള്ളാഹു ആരിലേക്കാണോ വഹി ഉദ്ദേശിച്ചത് അവരിലേക്ക് എത്തിക്കുന്നത്. കാരണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹമാണ് വഹി ഏൽപ്പിക്കപ്പെട്ട മലക്ക്, അൽ അമീൻ. അദ്ദേഹമാണ് വിശ്വസ്തനായ റൂഹുൽ അമീൻ. അൽ ഹാദിയത അശ്റ, 11ാമത്തെ മസ്അല, ദിക്റു സിറാഖി ശയാത്തീൻ. നേരത്തെ വന്ന ആദ്യം പറഞ്ഞ ഹദീസിലുള്ളതുപോലെ പിശാചുക്കളുടെ കട്ടുകേൾവി, അത് ഈ ഹദീസിൽ നിന്നും ലഭിക്കുന്ന ഗുണപാഠമാണ്. അഥവാ കട്ടുകേൾക്കുകയും അത് താഴെയുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അസ്സാനിയത അശ്റ, 12ാമത്തെ മസ്അല, സിഫത്തു റുകൂബി ബഅദിഹിം ബഅദ. പിശാചുക്കൾ അവർ ഒന്നിനുമീതെ ഒന്നായി നിൽക്കുന്ന രൂപം. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹം അത് കാണിച്ചു കൊടുക്കുകയാണ്. പിശാചുക്കൾ ഒരാളുടെ മീതെ ഒരാൾ, അങ്ങനെ അവർ ആകാശം മുട്ടെ എത്തി നിൽക്കുകയാണ്. പിശാചുക്കൾക്ക് അല്ലാഹു ഇങ്ങനെയുള്ള പല കഴിവും നൽകിയിട്ടുണ്ട്. അവർക്ക് പറക്കാനുള്ള കഴിവുണ്ട്, അവർക്കിതുപോലെ ചെയ്യാനുള്ള കഴിവുണ്ട്. അസ്സാലിസത അശ്റ, 13ാമത്തെ മസ്അല, ഇർസാലു ശുഹുബ്. പിശാചുക്കളിലേക്കുള്ള നക്ഷത്രങ്ങൾ, ഉൽക്കകൾ കൊണ്ടുള്ള വർഷം. എന്തിനാണ് അള്ളാഹു അത് നിശ്ചയിച്ചത്? ആകാശലോകത്ത് നിന്ന് അവർ കട്ടുകേൾക്കാതിരിക്കാൻ. അത് സൂറത്തുൽ മുൽക്കിലും സൂറത്തുൽ ജിന്നിലുമെല്ലാം അള്ളാഹു പരാമർശിച്ച പറഞ്ഞ കാര്യമാണ്. അറാബിഅത അശ്റ, 14ാമത്തെ മസ്അല, അന്നഹു താറതൻ യുദ്രിക്കുഹു ശിഹാബു ഖബ്ല അൻ യുൽഖിയഹാ വതാറതൻ യുൽഖിഹാ ഫീ ഉദ്നി വലിയിഹി മിനൽ ഇൻസി ഖബ്ല അൻ യുദ്രിക്കഹു. ഹദീസിൽ വന്നതുപോലെ ചിലപ്പോൾ കട്ട് കേൾക്കുന്നതിന് മുന്നേ ഉൽക്കകൾ അവരുടെ ദേഹത്ത് വന്ന് വർഷിക്കും. ചിലപ്പോൾ ഇത് വർഷിക്കാതെ അവർക്ക് കട്ട് കേൾക്കുകയും എന്നിട്ട് അവരുടെ കൂട്ടാളിയായ മാരണക്കാരനോ ജ്യോത്സ്യനോ ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പം ജ്യോത്സ്യം പറയുന്നത് വെറുതെ അല്ല എന്ന് മനസ്സിലാക്കാം. അൽ ഖാമിസത അശ്റ, 15ാമത്തെ മസ്അല, കൗനുൽ കാഹിനി യസ്ദുഖു ബഅദൽ അഹ്യാൻ. മാരണക്കാരൻ, ഒരു ജ്യോത്സ്യൻ, അയാൾ ചില സന്ദർഭത്തിൽ സത്യം പറയും. എങ്ങനെയാണ് സത്യം പറയുക? ഇതുപോലെ കട്ടുകേട്ട വാർത്ത പിശാചുക്കൾ എത്തിച്ചു കൊടുക്കുകയും അതാണ് പറയുന്നത്, അതാണ് ചിലപ്പോൾ സത്യമായി വരുന്നത്. അസ്സാദിസത അശ്റ, 16ാമത്തെ മസ്അല, കൗനുഹു യക്ദിബു മഅഹാ മിഅത കിദ്ബ. ഒരു സത്യത്തിൻ്റെ കൂടെ 100ഓളം വരുന്ന കളവുകൾ അയാൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും. 100ഓളം എന്നത് അതിൻ്റെ ആധിക്യം കാണിക്കാനാണ് പറഞ്ഞത്.
100ഓളം വരുന്ന കളവുകൾ. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, 100ഓളം വരുന്ന കളവുകൾ പറയുന്ന പെരുങ്കള്ളന്മാരാണ് ആര്? ഇതുപോലെയുള്ള ജ്യോത്സ്യന്മാരും മാരണക്കാരും സാഹിറും അതുപോലെയുള്ള ആളുകളും. എന്നാൽ അവർ ചില സന്ദർഭത്തിൽ സത്യപ്പെടുത്തപ്പെടും. ഒരൊറ്റ ആ ആകാശത്ത് നിന്ന് കട്ടുകേട്ട ആ വാചകത്തിൻ്റെ പേരിൽ. السابعة عشرة 17ാമത്തെ മസ്അല أنه لم يصدق كذبه إلا بتلك الكلمة التي سمعت من السماء. അവർ സത്യപ്പെടുത്തപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്? ആകാശലോകത്ത് നിന്ന് അവർക്ക് കിട്ടിയ ആ ഒരൊറ്റ വാചകത്തിൻ്റെ പേരിലാണ്. നോക്കൂ, പെരുങ്കള്ളന്മാർ ഈ ഒരു വാചകത്തിൻ്റെ പേരിലാണ് സത്യപ്പെടുത്തപ്പെടുന്നത്. ഏറ്റവും വലിയ കള്ളന്മാർ, പെരുങ്കള്ളന്മാർ ആരാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ ഉത്തരം എന്താണ്? ഒരേ ഒരു ഉത്തരവുള്ളൂ. ആരാണ്? സാഹിറന്മാരും കാഹിനുകളുമാണ്, മാരണക്കാരും ജ്യോത്സ്യന്മാരും അതുപോലെയുള്ള ആളുകളും. കാരണം എന്താണ്? ഒരു സത്യത്തിൻ്റെ കൂടെ 100ഓളം കളവുകൾ ചേർത്താണ് അവർ ആളുകളോട് സംസാരിക്കുന്നത്. വിവരമില്ലാത്ത ആളുകൾ ഇങ്ങനെ അറിയാൻ പോകും, എന്നിട്ട് അറിഞ്ഞിട്ട് വരും, എല്ലാം നശിപ്പിച്ചിട്ട് വരും, ദീനും ദുനിയാവും നശിപ്പിച്ചിട്ട് വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസാമിനത്തെ അശ്റ 18ാമത്തെ മസ്അല ഖബൂലുൻ നുഫൂസ് ലിൽ ബാത്തിൽ. ഖബൂലുൻ നുഫൂസി ലിൽ ബാത്തിലി. മാരണക്കാരൻ്റെ ജ്യോത്സ്യൻ്റെ അടുക്കൽ പോയി ബാത്തിലായ കളവുകളാണ് ആളുകൾ സ്വീകരിക്കുന്നത്. ഷെയ്ഖ് പറയുന്നു, കൈഫ യതഅല്ലഖൂന ബിവാഹിദത്തിൻ വലാ യഅതബിറൂന ബിമിഅ. എങ്ങനെയാണ് അവർ പറഞ്ഞ ആകാശത്ത് നിന്ന് കട്ടുകേട്ട ഒരൊറ്റ വാചകം അതിൽ കയറി പിടിക്കുകയും 100ഓളം കളവുകൾ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നത്? സഹോദരങ്ങളെ, ചിന്തിക്കേണ്ട ചോദ്യമാണ്. ഒരു വാക്കായിരിക്കും അവർ പറഞ്ഞത് സത്യമായിട്ടുണ്ടാവുക, ബാക്കി 100ഓളം വരുന്ന കളവുകളായിരിക്കും. എന്നാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ 100ഓളം ബാത്തിലുകൾ പരിഗണിക്കുകയില്ല. ഒരൊറ്റ സത്യം, അതിൻ്റെ പേരിൽ ഇയാളെ സത്യപ്പെടുത്തും, ഇയാൾ പറഞ്ഞതുപോലെ ചെയ്യും. എത്ര വീടുകൾ അതിൻ്റെ മുമ്പ് ശരിയല്ല, അതിൻ്റെ ജനൽ ശരിയല്ല, അതിൻ്റെ അത് ശരിയല്ല, അതിൻ്റെ നൃത്തം ശരിയല്ല എന്ന് ഇതുപോലെയുള്ള പെരുങ്കള്ളന്മാർ പറഞ്ഞതിൻ്റെ പേരിൽ ആ വീടുകൾ പൊളിക്കും. അതല്ലെങ്കിൽ കച്ചവട സ്ഥാപനം അതിൻ്റെ കോലം മാറ്റും, അതല്ലെങ്കിൽ തൻ്റെ ജീവിത രീതി തന്നെ മാറ്റും ഈ പെരുങ്കള്ളന്മാർ പറഞ്ഞതിൻ്റെ പേരിൽ. നോക്കൂ നിങ്ങൾ, ആളുകൾ ബാത്തിൽ ഉൾക്കൊള്ളുന്നതിൻ്റെ അവസ്ഥയാണിത്. അത്താസിഅത അശ്റ 19ാമത്തെ മസ്അല കൗനുഹും യുൽഖി ബഅദുഹും അലാ ബഅദിൻ തിൽക്കൽ കലിമ വയഹ്ഫദൂനഹാ വയസ്തദില്ലൂന ബിഹാ. പിശാചുക്കൾ ആദ്യത്തെയാൾ അടുത്തയാളിലേക്ക്, അങ്ങനെ അടുത്തയാളിലേക്ക് കട്ടുകേട്ട വാചകം ഇട്ടുകൊടുക്കും. എന്നിട്ടോ അവർ അത് ഹിഫ്ലാക്കും, മനപ്പാടമാക്കും. എന്നിട്ട് അതുകൊണ്ട് തെളിവ് കുടിക്കും. ആ ഒരു വാക്ക് വെച്ചിട്ടാണ് ആളുകളെ, ജനങ്ങളെ വഞ്ചിക്കുക. സുബ്ഹാനല്ലാഹ്. അവർക്ക് ഈ കഷ്ടപ്പാട് മുഴുവൻ അവർ പെടുന്നത് എന്തിനാണ്? ജനങ്ങളെ വഴിപിഴപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ്. ഒന്നിനു മീതെ ഒന്നായി പിശാചുക്കൾ കയറി നിൽക്കുകയാണ് ആകാശം വരെ. എന്നിട്ട് അവിടെ നിന്ന് കേട്ട വാക്കത് ഹിഫ്ലാക്കും, എന്നിട്ട് ഈ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കും. വലിയ കഷ്ടപ്പാടാണ്. എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? ജനങ്ങളെ ബലാലത്തിലാക്കാൻ, ഷിർക്കിലാക്കാൻ, അവരുടെ ആഖിറം പരലോകം നശിപ്പിക്കാൻ. അൽ ഇശ്റൂൻ 20ാമത്തെ മസ്അല ഇസ്ബാത്തു സിഫാത്തി ഖിലാഫൻ ലിൽ മുഅത്തില. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ സ്ഥിരപ്പെടുത്തുന്നു ഈ ഹദീസിൽ, ഈ ആയത്തിലും ഹദീസിലും. ഇസ്ബാത്തു സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ സ്ഥിരപ്പെടുത്തൽ. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അൽ അലി എന്നത് അള്ളാഹുവിൻ്റെ നാമമാണ്, അതിൽ വിശേഷണമുണ്ട്, അവൻ അത്യുന്നതനാണ്. അതുപോലെ അൽ കബീർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. അതുപോലെ അള്ളാഹു സംസാരിക്കുമെന്നത് വ്യക്തമായി ഹദീസിൽ വന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ സംസാരം എന്നത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. ഈ ഹദീസിൽ അതിന് വ്യക്തമായ തെളിവുണ്ട്. അള്ളാഹുവിൻ്റെ സംസാരത്തെ നിഷേധിക്കുന്ന മുഅത്തിലത്തായ നിഷേധികളായ ആളുകൾ, അൽ അശ്അരിയ്യ, നമ്മുടെ നാട്ടിലുള്ള അശ്അരിയാക്കൾ, അവർ അള്ളാഹുവിൻ്റെ പല സിഫാത്തുകളും നിഷേധിക്കും. ചിലത് അംഗീകരിക്കും, ചിലത് നിഷേധിക്കും. അവരെക്കാൾ വലിയ ആളുകളുണ്ട്, പരിപൂർണമായി നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം എതിരായിക്കൊണ്ട് അള്ളാഹു അറിയിച്ച അവൻ്റെ നാമഗുണ വിശേഷണങ്ങൾ സ്ഥിരപ്പെടുത്തൽ ഈ ആയത്തിലും ഹദീസുകളിലും ഉണ്ട്. അൽ ഹാദിയതു അൽ ഇശ്റൂൻ 21ാമത്തെ മസ്അല അത്തസ്രീഹു ബിഅന്ന തിൽക الرجفة والغشية خوف من الله عز وجل. ആകാശലോകത്ത് നടക്കുന്ന പ്രകമ്പനവും അവരുടെ ബോധക്ഷയവുമെല്ലാം അള്ളാഹുവിനോടുള്ള ഭയത്താലാണ് എന്ന് ഈ ഹദീസിൽ നിന്നും വ്യക്തമാണ്. അസാനിയതു അൽ ഇശ്റൂൻ 22ാമത്തെ മസ്അല അന്നഹും യഖിറൂന ലില്ലാഹി സുജ്ജദ. മലക്കുകൾ
ബോധരഹിതരായി വീഴുകയും എന്നിട്ട് അള്ളാഹുവിന് അതിനുശേഷം റബ്ബിന് സുജൂദിലാവുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ അളമത്ത് കാരണത്താൽ, അവനോടുള്ള ഭയപ്പാട്, ഗാംഭീര്യത, പേടി കാരണത്താൽ. സഹോദരങ്ങളെ, ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഉദ്ദേശം തൗഹീദിൻ്റെ തെളിവുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൻ്റെ തെളിവുകൾ എമ്പാടും വിശദീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവനല്ലാത്ത ഒരാൾക്കും, അത് ഏറ്റവും വലിയ അള്ളാഹുവുമായി അടുപ്പമുള്ള മലക്കുകളാവട്ടെ, അള്ളാഹുവിൻ്റെ റസൂലുമാരാവട്ടെ, തൊട്ടുമുന്നേ വന്ന അധ്യായത്തിലുള്ളതുപോലെ ആരുമാവട്ടെ, അള്ളാഹുവിന് പുറമെ അവരെ ഇബാദത്ത് ചെയ്യാനോ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനോ അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട സഹായാർത്ഥനകൾ, കാവൽ തേട്ടങ്ങൾ ചോദിക്കുക, ഇതൊന്നും അവരോടൊരാളോടും പാടില്ല എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ തൗഹീദിലായിക്കൊണ്ട്, സുന്നത്തിലായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ ഷിർക്ക് ഖുറാഫാത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.